ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം വീട്ടിൽ ബീഫാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനും ചേച്ചിയും വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് ബീഫ് വാങ്ങി ഓരോന്നുണ്ടാക്കുക. രാവിലെ തന്നെ ചേട്ടന്മാർ പോയിട്ട് നല്ല ബീഫ് നോക്കി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. കുറച്ച് പണിയുണ്ട്, കുറച്ചധികം ബീഫ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ നല്ലോണം ക്ലീൻ ചെയ്യാണ്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ബീഫ് കഴുകൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ കഴിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇടാനുള്ള ചുവന്നുള്ളിയൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പം ചുവന്നുള്ളി ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടല്ലേ. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളത്തിലത് കുതിരാൻ വെച്ചിട്ട് പിന്നെയാണ് തോലൊക്കെ കളഞ്ഞത്. അതാകുമ്പം എളുപ്പമാവുമല്ലോ തോല് കളയാൻ. ഉരുളിയിലാട്ടോ നമ്മൾ ബീഫ് ഉണ്ടാക്കുന്നത്. പുറത്ത് അടുപ്പുണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നെ നന്നാക്കി വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് അത് നല്ലോണം കുറച്ച് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് അതും നല്ലോണം ഇളക്കിയതിന് ശേഷം ഇഞ്ചി ഇട്ട് നല്ലോണം ഇളക്കുന്നുണ്ട്. ഏട്ടനാട്ടോ കുക്ക് ചെയ്യുന്നത്. ഏട്ടന് ഇതിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ നല്ലോണം വാട്ടിയതിന് ശേഷം പിന്നെ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ഇടേണ്ടത്. ഞങ്ങളിവിടെ കല്ലുപ്പാണ് ഇട്ടത്. അങ്ങനെ കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കൈ എടുക്കാതെ ഏട്ട ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ അനിയനും വന്നിരുന്നു കേട്ടോ. അവനും ചെറുതായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളീൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നപ്പം ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അവസാനം കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അങ്ങനെ ഇവർ കൈയെടുക്കാതെ ഇളക്കുന്നുണ്ട്. കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ബീഫ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ബീഫ് ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. ബീഫ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ഈ ഇളക്കുമ്പോൾ തന്നെ ഇതിന്ന് വെള്ളം വരാൻ തുടങ്ങും. ആ സമയം നമ്മൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ വരാൻ തുടങ്ങി, നല്ലോണം വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടോ. പിന്നെ യോജിപ്പിച്ച് അങ്ങനെ തിളപ്പിച്ച് ഞങ്ങളിത് വറ്റിച്ചെടുക്കും. അങ്ങനെ വറ്റിച്ച് നമ്മൾ അടിപൊളി ബീഫ് വരട്ടിയത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അങ്ങനെ അതും മിക്സ് ചെയ്ത് അവസാനം കുറച്ച് തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് വരട്ടിയത് തയ്യാറാക്കും. നല്ല രസമല്ലേ കാണാൻ. എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യ. അപ്പോൾ ഇതാട്ടോ ഏട്ടൻ്റെ സ്പെഷ്യൽ ബീഫ് വരട്ടിയത്. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ റെഡിയായി. ഞാൻ വേഗം അടുക്കളയിൽ പോയി ഒരു പാത്രം എടുത്ത് ബീഫൊക്കെ അതിലേക്ക് ആക്കി. പിന്നെ ഇന്ന് വീട്ടിൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണിയും നമ്മുടെ ബീഫ് ഫ്രൈയും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.